ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യ വന്ദനയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, മിഷൻ വന്ദന സൂപ്പർ വിജയം. നീ വന്നത് മുതൽ ഈ നിമിഷം വരെ ഇപ്പോൾ നമ്മളാണ് ജയിച്ചു നിൽക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ശ്യാമ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ശ്യാമയും അഖിലും 2 ആഴ്ചക്കുള്ളിൽ അടിച്ചു പിരിയുമെന്നാ. ഇത് കേൾക്കുന്ന വന്ദന പറയുകയാണ്, ഇന്നലെ അവർ തമ്മിലെ പൊരിഞ്ഞടിയും ബഹളവുമായിരുന്നു. അഖില് അടുത്ത് ചെന്നപ്പോഴേ അഖിൽ സാർ ദേഹത്ത് തൊടലേ എന്ന് പറഞ്ഞ് ഷൗട്ടിംഗ് ആയിരുന്നു അവിടെ. ഇത് കാണുന്ന ഐശ്വര്യ പറയുകയാണ്, കൊള്ളാലോ, വന്ദന നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടല്ലോ. ഷോ, പല മണ്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു ഭൂലോക മണ്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ വന്ദന പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അവളുടെ സ്വഭാവം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ലോകത്തുള്ള ബാക്കി എല്ലാവരും അവളെപ്പോലെയാണെന്നാ അവളുടെ വിചാരം. എല്ലാവരും അവളെപ്പോലെ സത്യം, ന്യായം, നീതി അങ്ങനെയൊക്കെ പോകുന്നവരാണെന്നാ അവളുടെ വിചാരം. ഞാനെന്ന് അവളുടെ ഫോട്ടോ കണ്ടപ്പോഴേ പറഞ്ഞതല്ലേ അവൾ വെറും നിഷ്കളങ്കയാണെന്ന്. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ചേനെ. ഇത് കേൾക്കുന്ന വന്ദന പറയുകയാണ്, അവൾ ഇനി കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെയും കാര്യങ്ങൾ അറിയുമ്പോഴേക്കും എല്ലാം തന്നെ കൈവിട്ടു പോയിട്ടുണ്ടാകും. അവൾ ഇപ്പൊ തന്നെ എന്താണെങ്കിലും അഖിലിനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു. അഖിലിനി തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം ചെയ്താലും അവൾ വിശ്വസിക്കാനേ പോകുന്നില്ല. ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ ദേഷ്യത്തോടെ പറയുകയാണ്, കാണിച്ചു തരാ ഞാൻ എന്നോടാ കളി. അത്രയും പറഞ്ഞ് ശ്യാമ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മിഷൻ സക്സസ് ആയെന്ന് ഐശ്വര്യ വന്ദനയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ തന്റെ കണ്ണന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എന്റെ കണ്ണ, ഞാനെല്ലാം തിരിച്ചറിഞ്ഞു. ആ വന്ദന ഐശ്വര്യട്ടത്തെയും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു. ഞാനും അഖിൽ സാറിനെ തെറ്റിദ്ധരിച്ചു പോയി കണ്ണ. എന്താണെങ്കിലും എന്റെ അഖിൽ സാർ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ശ്യാമ കണ്ണടിയിൽ നോക്കി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയും വിസ്മയമാണ്. അരുന്ധതിയുടെ വീട്ടിലേക്ക് സി കേരളം ചാനലിൽ നിന്നും കുറച്ചാളുകൾ വരികയാണ്. അവർ വന്നിട്ട് അരുന്ധതിയോട് പറയുകയാണ്, ഞങ്ങൾക്ക് വിസ്മയുടെ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. സി കേരളം പോലൊരു ചാനലിൽ നിന്നും ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ഞങ്ങൾക്കാണ് സന്തോഷമുള്ളത്. ഏതൊക്കെ ഞങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വന്ദന അഖിലിനുള്ള ചായയുമായിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഇത് കാണുന്ന ശ്യാമ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നിട്ട് വന്ദനയെ പിടിച്ചു നിർത്തുന്നു. അല്ല, എങ്ങോട്ടാ? അഖിൽ സാറിനുള്ള ചായയായിട്ട് മുകളിലേക്ക് പോവുകയാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ, അതേ എന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു, പണ്ട് തൊട്ടേ കോളേജിൽ വെച്ച് ഞാൻ ചായ കൊടുക്കുന്നതേ അഖിലിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ആ അഖിൽ സാറ് പറഞ്ഞിട്ടുണ്ട് വന്ദനയുടെ കയ്യിൽ നിന്നും ഒരു ചായ കിട്ടിയാൽ അന്നത്തെ ദിവസം ഉഷാറായിരിക്കുമെന്ന്. അഖില് അങ്ങനെ പറഞ്ഞു എന്ന് സന്തോഷത്തോടെ വന്ദന ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതേ ടീച്ചറെ. ടീച്ചറെ കുറിച്ച് പറയുമ്പോഴേ അഖിൽ സാറിന് 100 നാവാണ്. ഞാനൊരു മരമണ്ടിയാണെന്നാ സാറ് പറയുന്നത്. വന്ദന ടീച്ചറുടെ തലയിലെ നല്ല ഒടുക്കത്തെ ബുദ്ധിയാണെന്നും. ഇത് കേൾക്കുന്ന വന്ദന ചോദിക്കുകയാണ്, ശ്യാമ ഇന്ന് ഒടുക്കത്തെ കോമഡിയാണല്ലോ. ഞാനേ ചില ദിവസം അങ്ങനെയാ എന്ന് പറഞ്ഞ് സ്റ്റെയറിന്റെ പടിയിൽ പോയിരുന്നിട്ട് ശ്യാമ പറയുക, പിടിച്ചാലേ കിട്ടില്ല. ഇനി എന്തൊക്കെ കോമഡി ടീച്ചർ കേൾക്കാൻ കിടക്കുന്നെന്നറിയാമോ? അത്രയും പറഞ്ഞിട്ട് വന്ദനയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങുകയാണ് ശ്യാമ. അതെ, ചായ ഞാൻ കൊടുത്തോളാം. അത്രയും പറഞ്ഞിട്ട് വന്ദനയുടെ കയ്യിൽ നിന്നും ചായയും വാങ്ങി അഖിലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ശ്യാമ. തുടർന്ന് പുഞ്ചിരിയോടെ അഖിലിന് നേരെ ശ്യാമ ചായ വെച്ച് നീട്ടുമ്പോ അഖില് ചോദിക്കുകയാണ്, എന്താ ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം പോലെ? ആകെ സ്വപ്നലോകത്താണെന്ന് തോന്നുന്നല്ലോ. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ഇന്നാണ് എന്റെ മനസ്സൊന്ന് ശാന്തമായ ദിവസം. അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത്രയും പറഞ്ഞിട്ട് ശ്യാമ തന്റെ കൈകൊണ്ട് തന്നെ അഖിലിന് ചായ കുടിപ്പിക്കുകയാണ്. ഒരത്ഭുതം നടന്ന ദിവസമാണല്ലോ, ഇന്ന് എന്താണെങ്കിലും മഴ പെയ്യുമെന്ന് അഖില് പറയുമ്പോ ശ്യാമ പറയുകയാണ്, ഓഹോ, എങ്കിലും ഇതും കൂടി ആകട്ടെ. അത്രയും പറഞ്ഞ് ആ ചായ ശ്യാമ കുടിക്കുകയാണ്. ഇത് കാണുന്ന അഖില് പറയുകയാണ്, എങ്കിലിന്നെ പെരുമഴ തന്നെ ആയിരിക്കും. അല്ല, തന്റെ പഠിത്തമൊക്കെ ഇവിടം വരെയായി? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ഞാൻ ഇനി മുതൽ തനിയെ സാർ പഠിക്കുന്നത്. എനിക്ക് ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാനങ്ങ് പഠനത്തിൽ മുഴുകാൻ പോവുകയാണ്. പിന്നെ എനിക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ സാറും പറഞ്ഞു തരുമല്ലോ, അത് തന്നെ ധാരാളം. എന്താണെങ്കിലും അത് നന്നായി. പക്ഷേ എന്താടോ, വന്ദന തന്നെ പഠിപ്പിക്കുന്നില്ലേ? പഠിപ്പിക്കുന്നത് ശരിയാകുന്നില്ലേ എന്നൊക്കെ അഖില് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ സാറിനോട് പറയാം, പക്ഷെ സാറ് സമാധാനമായിട്ട് കേൾക്കണം. അത്രയും പറഞ്ഞിട്ട് താൻ കണ്ട കാര്യങ്ങളൊക്കെ ശ്യാമ അഖിലിനോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം അഖില് ദേഷ്യത്തോടെ വന്ദനയുടെയും ഐശ്വര്യയുടെയും അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ശ്യാമ അഖിലിനെ പിടിച്ചു നിർത്തുകയാണ്. അതേസമയം പഠിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വന്ദന ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു. ഇത് കേൾക്കുന്ന ശ്യാമ ചോദിക്കുകയാണ്, ടീച്ചർ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്താ ശ്യാമേ? അഖിലേ, ശ്യാമയ്ക്ക് ഇതെന്തു പറ്റി? ചോദിച്ചതിന് ഉത്തരം പറ ടീച്ചർ. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ടീച്ചറിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചതിയല്ലേ ടീച്ചർ എന്നോട് ചെയ്തത്? എന്നെപ്പോലെ ഒരു ഭൂലോക മണ്ടിയെ പറ്റിച്ചിട്ട് ടീച്ചറിന് എന്ത് കിട്ടാനാ? ഇത് കേൾക്കുന്ന വന്ദന പറയുകയാണ്, ശ്യാമ താഴേക്ക് വന്നോളൂ, ഞാൻ താഴെ കാണും. അത്രയും പറഞ്ഞ് വന്ദന പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഡോർ അടയ്ക്കുകയാണ് അഖില്. ശ്യാമ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ഞാനേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് വന്ദന പറയുമ്പോൾ
ഇവിടെ പോലീസും കോടതിയുമെല്ലാം ഞങ്ങളുടെ കണ്ണനാണെന്ന് അഖിൽ പറയുന്നു. എന്താണെങ്കിലും ദൗത്യത്തിന്റെ പേര് കൊള്ളാം, മിഷൻ വന്ദന. എന്നാലേ വന്ദനെ, നീ കാത് തുറന്നു കേട്ടോ. നീയും ഐശ്വര്യയുടെയും കൂടിയേ ശ്യാമയെ തോൽപ്പിക്കുകയല്ല ചെയ്തത്, ജയിപ്പിക്കുകയാ ചെയ്തത്. എന്താണെന്നറിയാമോ? ശ്യാമയെ തനിയെയാ പഠിക്കാൻ പോകുന്നത്. ശ്യാമ തന്നെയാ ശ്യാമയുടെ ടീച്ചർ. ഇത്രയും നാളും എൻ്റെ ശ്യാമയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു, ആത്മവിശ്വാസത്തിന്റെ കുറവ്. എന്താണെങ്കിലും നീ കാരണം അത് കിട്ടി, നല്ല കാര്യം തന്നെ. നീ വന്നത് മുതൽ എനിക്ക് നേരിയ തോതിൽ തന്നെ സംശയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്യാമയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അഖിൽ സാറേ, ഞാൻ തനിയെ പഠിച്ചോളാം എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി. ആ വാക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ നിന്റെ വഴിക്ക് വിട്ടത്. എന്താണെങ്കിലും എൻ്റെ കാര്യം നടന്നു. അതെ, ഞാൻ കിട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിലുള്ളത്. അതുള്ളിടത്തോളം കാലം ഇവളെ ആർക്കും അപമാനിക്കാനും പരിഹസിക്കാനുമൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ തന്നെയാണ്. എന്നാലേ എനിക്കൊരു കാര്യം കൂടി ഉറപ്പുണ്ട്. നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ശ്യാമയുടെ ഈ ദേവൻ തന്നെയായിരിക്കും, ശ്യാമയുടെ ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കാൻ വേണ്ടി. ശ്യാമയെ ദ്രോഹിച്ച നിനക്ക് ആരൊക്കെ മാപ്പ് തന്നാലും ഈ ദേവൻ എന്താണെങ്കിലും നിനക്ക് മാപ്പ് തരാനേ പോകുന്നില്ല. നിന്നെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്തായിരുന്നു. നീ ഇങ്ങനെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. നീ നിന്റെ മനസാക്ഷി തന്നെയാണ് ചതിച്ചത്. പോയി അടുത്ത ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്ക്. ഇതൊക്കെ കേൾക്കുന്ന വന്ദന വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ശ്യാമയുടെ കാലിൽ വീഴുകയാണ്. ശ്യാമ എന്നോട് ക്ഷമിക്കണം. ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, തൻ്റെ കണ്ണീര് കണ്ടപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. തുടർന്ന് വന്ദന കണ്ണന്റെ മുന്നിൽ ചെന്നും ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വന്ദന മുറിയിൽ ചെന്ന് തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഐശ്വര്യ വരുന്നു. നീ എന്താ വന്ദനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത്? നീ എവിടെ പോവുകയാ? ഞാൻ ചെയർപേഴ്സൺ ആകേണ്ടത് നിനക്ക് കാണണ്ടെന്നൊക്കെ ഐശ്വര്യ ചോദിക്കുമ്പോ വന്ദന പറയുകയാണ്, അതിന് ശ്യാമയല്ലേ ചെയർപേഴ്സൺ ആകുന്നത്. നീ എന്താ ശത്രുപക്ഷത്ത് ചേർന്നോ? നിനക്കറിയാലോ, നീയും ജഗനങ്ങളുമായിട്ടുള്ള കോൺട്രാക്ട്. ഇത് കേൾക്കുന്ന വന്ദന ഒന്നും മിണ്ടാതെ തല കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.